രാഘവ് ചദ്ദ ബി.ജെ.പിയിലേക്കാണ്. എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയം വിട്ടുകഴിഞ്ഞു വരുന്നവരെല്ലാം ബി.ജെ.പിയിലേക്ക് പോകുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. പക്ഷെ രണ്ടായാലും അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ രാഘവ് ചദ്ദ മാത്രമല്ല, മറ്റ് 7 അംഗങ്ങളും കൂടിയുണ്ട്. 7 എം പിമാരും കൂടെ അതെ, പോയിട്ടുണ്ട്. ആകെ 10 എം പിമാരാണ് രാജ്യസഭയിൽ. എനിക്ക് തോന്നുന്നു രാഘവ് ചദ്ദ, അശോക് മിത്തൽ, ആ, സന്ദീപ് പഥക്, സ്വാതി മാലിവാൾ. അതെ അതെ ഈ സ്വാതി മാലിവാളിനെയാണ് ആക്രമിച്ചു. അതെ അതെ മറ്റേ വൈഭവ് കുമാർ. അതെ, അതെ അത് പിന്നെ പറയുന്നത്. പിന്നെ ഹർഭജൻ സിംഗ്, രാജേന്ദ്ര ഗുപ്ത, ഉം, വിക്രം സാഹ്നി. അതെ അതെ അതായത് 10 പേരിൽ 7 പേരും പോയി. അതുകൊണ്ട് മറ്റേ ഈ കൂറുമാറ്റ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഉം, ബി.ജെ.പിയിലേക്ക് ഈ 2 ഭാഗത്തിന് പോയി സുഖമായിട്ട് ലയിച്ചു. ഉം, ഇപ്പോൾ ഇവരെല്ലാം ബി.ജെ.പിക്കാരാണ്, എ.പി.കാരല്ല. ഉം, അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഈ കെജ്രിവാളിൻ്റെ ഒരു ഉയർത്തിക്കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ നിലനിൽപ്പ് തന്നെയാണ്. ഒന്നാമത് കെജ്രിവാൾ ഒരു തുടക്കത്തിൽ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയും അതോടൊപ്പം തന്നെ വളരെ എന്താ പറയുക, ഒരു പുതിയ രാഷ്ട്രീയം കാണുന്ന പോലെയൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നൊരു സംഗതിയാണ്. പക്ഷെ തുടക്കം മുതൽ ഈ കേജ്രിവാളിനെ ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ചിഹ്നം തന്നെ ചൂലാണ്. ഉം. ഏഹ് ആ ചൂലൊരിക്കലും ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിഹ്നമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. കാര്യം ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു സിമ്പലല്ലത്. അതായത് മറ്റുള്ളവർ ഇടുന്ന അഴുക്കിനെ തുടച്ചു മാറ്റുക. ഉം. എപ്പോഴും അഴുക്കവിടെ ആവശ്യമാണ്. അഴുക്കുണ്ടെങ്കിലേ ചൂലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അഴുക്കിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഉള്ള ഒരു പാർട്ടി, അതാണ് അഴിമതി ഇല്ലാതാക്കുക. അതായത് മറ്റുള്ള എന്ന് അഴിമതി ഇല്ലാതാവുന്നു, അപ്പോൾ എ.ഐ.യുടെ പ്രസക്തി ഇല്ലാതാവുന്നു, അല്ലേ? അതെ, മറിച്ച് രാഷ്ട്രീയത്തിൽ എപ്പോഴും വേണ്ടത്, രാഷ്ട്രീയത്തിൽ മാത്രമല്ല എന്ത് സംഗതിയിലാണ് വേണ്ടത്, ക്രിയേറ്റീവ് ആയിരിക്കണം. അതായത് പുതിയതിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പുതിയ ഇതിനെ സൃഷ്ടിക്കുമ്പോഴാണ് പുതിയ മാറ്റങ്ങൾ വരിക. മറിച്ച് എ.ഐ.പിയുടെ ഒരു ബേസിക്സ് തുടക്കം തന്നെ വളരെ വിപരീതാത്മകതയിൽ നിന്നാണ്. ആ വിപരീതാത്മകതയുടെ പ്രതിഫലനമായിട്ടാണ് ഈ ചൂല് പോലും ചിഹ്നമായിട്ട് അവർ സ്വീകരിച്ചത്. അതൊരു രാഷ്ട്രീയ വീക്ഷണമില്ലായ്മയുടെ പ്രശ്നമാണ്. മറിച്ച് ഒരു രാഷ്ട്രീയ കക്ഷി നമ്മുടെ സാമൂഹിക രംഗത്തേക്ക് പ്രവേശനം ചെയ്യുമ്പോൾ ആ പാർട്ടി എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത്, എന്താണ് സമൂഹത്തിന് മുമ്പിൽ അങ്ങനെയൊന്നും ഇദ്ദേഹത്തിന് വയ്ക്കാൻ പറ്റില്ല. മാത്രമല്ല തുടക്കത്തിൽ തന്നെ ഗിമ്മിക്സ് കാണിച്ചുകൊണ്ടായിരുന്നു. അണ്ണ ഹസാരെ അതെ. കൊണ്ട് ഉപവാസം നടത്തി. അപ്പോൾ ഈ ഗാന്ധിജിയുടെ ഒരു സ്വാധീനം ഇന്നും ഇന്ത്യൻ ജനതയിൽ പുതിയ തലമുറ ഉൾപ്പെടെ വളരെ ഉറങ്ങിക്കിടക്കുന്നൊരു സാധനമാണ്. ഗാന്ധിജിയുടെ ഒരു തൊപ്പി കണ്ടാൽ പോലും ആ ഊർജ്ജം ഉണരും. അങ്ങനെയാണ് അണ്ണാ ഹസാരെ കൊണ്ട് ഈ ഇത് നടത്തുകയും ഈ സത്യാഗ്രഹമൊക്കെ നടത്തി ഇദ്ദേഹം ഒരു ഗാന്ധി തൊപ്പിയൊക്കെ വെച്ച് രാജ്യം മുഴുവൻ ഒരു വലിയൊരു ഒരു 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 മൂവ്മെൻറ്റ് പോലെയായിരുന്നു ഉണ്ടായത്. അന്നൊക്കെ എത്രയോ കുട്ടികൾക്ക്, ആ കുട്ടികൾക്ക് ഇപ്പം കൗമാരപ്രായത്തിലെത്തിയിട്ടുണ്ടാവും, അണ്ണാ ഹസാരെ എന്ന് പേരുള്ള കുട്ടികൾ. രാജ്യത്ത് മുഴുവൻ ആൾക്കാർ മത്സരിച്ച് പേരിടുകയായിരുന്നു ആ സാഹചര്യത്തിൽ. അത് കഴിഞ്ഞിട്ട് അണ്ണാ ഹസാരയ്ക്ക് മനസ്സിലായി ഇത് തന്നെ ഉപയോഗിച്ചുകൊണ്ട് വളരെ തന്ത്രപൂർവ്വം ജനങ്ങളുടെ സപ്പോർട്ടും രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ പിന്നെ രാഷ്ട്രീയത്തെയും തൻ്റെ ജീവിതത്തെയും താൻ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെയും എടുത്ത് മുമ്പിൽ വെച്ച് തന്നെ കൊണ്ടൊരു മിമിക്രി കാണിച്ചിട്ട് കബളിപ്പിക്കപ്പെടുകയാണെന്ന് പിന്നീട് അണ്ണാ ഹസാരയ്ക്ക് മനസ്സിലാക്കി. അതെ. പിന്നീട് അണ്ണാ ഹസാരെ കെജ്രിവാളിൻ്റെ വലിയ വിമർശകനായി മാറുകയുണ്ടായി. ഇയാൾ തട്ടിപ്പുകാരനാണെന്ന് വരെ പറയുന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ ഈ ഒരു വിപരീതാത്മകത തുടക്കം മുതലുണ്ട്. അപ്പോൾ തുടക്കത്തിലൊക്കെ ഈ പറഞ്ഞതുപോലെ വളരെ പ്രതീക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ ഉണർത്തുകയും ചെയ്തു. ഡൽഹിയിലെ ജനങ്ങളുടെ ഇടയിൽ വളരെ സ്വീകാര്യത നേടി. ഒട്ടേറെ അവിടെയും ഈ പറഞ്ഞതുപോലെ ഫ്രീ ബീസ് ആയിരുന്നു. ഉം. സൗജന്യ യാത്ര, പിന്നെ വെള്ളം സൗജന്യം, എല്ലാം സൗജന്യത്തിലേക്ക് കൊടുക്കുന്നത്, അല്ലെ സ്കൂളുകളിലെ പ്രത്യേകത, ഇതൊക്കെ ശരി തന്നെയാണ്. ഇതൊക്കെ പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടുന്ന അവസ്ഥയുണ്ടാവും. പക്ഷെ അവിടെ നിന്ന് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിലും ഒരു സർക്കാർ എന്ന നിലയിലും എ.ഐ.പി സർക്കാരിനും നേരിട്ടൊരു പരാജയം എന്ന് പറഞ്ഞാൽ, പിന്നീട് ഈ ഗവൺമെൻറ്റിനെ നയിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സംഗതികളില്ലാതെ വരുന്നു. ഒരു സ്വന്തമായിട്ട് വികസിക്കുന്ന പദ്ധതികളില്ലാതെ വരുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു അവരുടേതായിട്ടുള്ള ശേഷികൾ വർദ്ധിപ്പിച്ച് ജീവിതത്തെ മാറ്റാനും അല്ലെങ്കിൽ ദില്ലിയിലെ സാഹചര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണരാനും ഉയരാനുമുള്ള അവസരങ്ങളില്ലാതെ വരുന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കാണ് രാഷ്ട്രീയമായിട്ട് ഈ പറഞ്ഞതുപോലെ
ഒരു മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി പോലെ ആം ആദ്മി പാർട്ടി മാറുന്നു എന്നുള്ളൊരു സംഗതി വരികയും പിന്നീട് ഈ പറഞ്ഞതുപോലെ മറ്റേ ഈ മദ്യത്തിൻ്റെ പ്രശ്നം വരുന്നു, ഇദ്ദേഹത്തിന് അറസ്റ്റിലാവുന്നു, ബാക്കിയൊക്കെ ചരിത്രമാണ്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പം നമ്മൾ മനസ്സിലാക്കുന്നത് കെജ്രിവാളിൻ്റെ ഒരു ഏകാധിപത്യ സ്വഭാവം ഈ തുടക്കം മുതൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കെജ്രിവാളിൻ്റെ ഒരു ഏകാധിപത്യ സ്വഭാവത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ ആ പാർട്ടിയിൽ നിൽക്കാനും പറ്റുന്നുള്ളൂ. എപ്പോഴൊക്കെ ഒരു ഭിന്നസ്വരം ആരെങ്കിലും ഉയർത്തുന്നോ അപ്പോൾ അവരെല്ലാം പിന്നെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അല്ല, എനിക്ക് പെട്ടെന്ന് CPM-നെയാണ് ഓർമ്മ വന്നത്. അതെ, അപ്പം CPM-നെ ഓർക്കേണ്ടത് തെറ്റൊന്നുമില്ല. വർത്തമാനകാല CPM-നെ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് അതേ ഒരു അവസ്ഥ, ഒരു ഒൺമാൻ പാർട്ടി. ഇപ്പോൾ AAP എന്ന് പറഞ്ഞാൽ കേജ്രിവാൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം ഈ സ്വാതി മാലിവാളിൻ്റെ പ്രശ്നമുണ്ടായി. അതുണ്ടായ ആരോപണം എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ആരോപണമാണ്. അവരെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു, അവരുടെ നാഭിയിൽ ചവിട്ടി, അവരുടെ നെഞ്ചത്തിടിച്ചു. ഈ വൈഭവ് കുമാർ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയും പിന്നെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു വൈഭവ് കുമാർ. അവസാനം സുപ്രീം കോടതി തന്നെ എടുത്ത് ശരിക്കും പൊരിച്ചു കളഞ്ഞു. കാരണം ജാമ്യാപേക്ഷ സുപ്രീം കോടതി ചെന്നപ്പോഴത്തേക്ക് ഒരു ഗുണ്ടയാണോ ഇങ്ങനെയുള്ള സ്ഥാനത്തിരിക്കുന്നത് ഒരു സുപ്രീം കോടതി ചോദിച്ചു. അങ്ങനെ ഒക്കെയാണ് ഒടുവിൽ ജാമ്യമൊക്കെ അനുവദിക്കുന്നയാൾക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു വിഷയത്തിലും കേജ്രിവാളിൻ്റെ അടുത്ത് കേജ്രിവാൾ മൗനം പാലിച്ചു. അവിടേക്കാണ് നമുക്കൊരു ലീഡറെ തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ എന്താണ് ആ വിഷയം? അപ്പോൾ ചിലപ്പം സ്വാതി മാലിവാളിൻ്റെ ഭാഗത്ത് ആയിരിക്കാം ഒരു പക്ഷേ പോരായ്മ വന്നിരിക്കുന്നത്. പക്ഷേ അവർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് വലിയ വിഷയമാണ്. ഇപ്പോൾ സ്വാതി മാലിവാൾ എന്ത് തന്നെ ഒരു പോരായ്മകളോ അല്ലെങ്കിൽ കുറ്റങ്ങളോ കാണിച്ചാൽ പോലും അവരെ നാവിക്കിട്ട് ചവിട്ടാനും നെഞ്ചത്ത് ഇടിക്കാനും ആക്രമിക്കാനും ആർക്കും അവകാശമില്ല, അല്ലേ? അപ്പോൾ അത്ര ഒരു സംഗതി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും സംബന്ധിച്ചിട്ട് കെജ്രിവാൾ വ്യക്തമായിട്ട് ഉത്തരവെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇത്തരം ഒരുപാട് സംഭവങ്ങളാണ് ഈ കെജ്രിവാളിനെ എക്സ്പോസ് ചെയ്തത്. ഇതോടുകൂടി ഇദ്ദേഹം ഈ പാർട്ടിയിൽ നിലനിർത്തിയിരുന്ന ഒരു ഹേലോ, ആ ഒരു അപ്രമാദിത്വം ഇങ്ങനെ പതുക്കെ ഇല്ലാണ്ടായി വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒടുവിൽ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ രാഘവ് ചദ്ദ രാജ്യസഭയിൽ AAP-യുടെ ഡെപ്യൂട്ടി ലീഡറായിരുന്നു. ഏതാനും നാൾക്ക് മുമ്പാണ് ഇദ്ദേഹത്തിനെ മാറ്റിയിട്ട് അശോക് മിത്തലിനെ ഡെപ്യൂട്ടി ലീഡറാക്കി മാറ്റുന്നത്. ആര്? കെജ്രിവാൾ. അപ്പം രാഘവ് ചദ്ദയുമായിട്ട് കുറച്ച് നാളായിട്ട് ഈ കെജ്രിവാളിന് ഇത്തിരി അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മിത്തലിനെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം അശോക് മിത്തലിന് വയ്ക്കുന്നു. ഇപ്പം ഈ അശോക് മിത്തൽ ഉൾപ്പെടെയാണ് എല്ലാവരും കൂടി BJP-യിലേക്ക് പോയിരിക്കുന്നത്. എന്തുകൊണ്ട് BJP എന്ന് വെച്ചാൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി BJP-യാണ്. മാത്രമല്ല ഇന്നിപ്പോൾ കോൺഗ്രസ്സിലേക്ക് ഡൽഹിയിൽ നിന്ന് പോകാനായിട്ട് ആരെങ്കിലും ധൈര്യപ്പെടുമോ? ഈ പാർട്ടികൾ ഇവരൊക്കെ ഈ പറയുന്നത് പോലെ കരിയറിസ്റ്റുകളാണ് ഒരു പരിധിവരെ. ഇപ്പോൾ ഈ രാഘവ് ചദ്ദയെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കരിയറിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിൻ്റെ ആ ഒരു സമീപനവും അദ്ദേഹത്തിൻ്റെ പിന്നെ രീതികളൊക്കെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്ന കരിയറിസ്റ്റുകളാണ്. ഇന്നിപ്പോൾ രാഷ്ട്രീയത്തിൽ മിക്കവാറും നിൽക്കുന്ന ആൾക്കാരൊക്കെ കരിയറിസ്റ്റുകളാണ്. അപ്പോൾ അവരൊരു കരിയറിസ്റ്റിൻ്റെ ഒരു മനോഭാവത്തിലൂടെ നോക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ കോൺഗ്രസ്സിലേക്ക് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ KC വേണുഗോപാൽ പോലും കിട്ടുന്നൊരവസരം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചാടി കേരളത്തിൽ ഒന്ന് മുഖ്യമന്ത്രിയാകാൻ പറ്റുമെന്ന് നോക്കുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? ഡൽഹിയിൽ നിന്നിട്ട് വലിയ കാര്യമില്ലെന്ന് പറയുന്നത് മനസ്സിലാവുന്നു. ഇതെല്ലാ MP-മാർക്കും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ MP-മാർക്കും ഈ ഇവിടുന്നുള്ള 18 MP-മാർക്കും 18 അതായത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF-ൻ്റെ എല്ലാ MP-മാരും മത്സരിക്കാൻ തയ്യാറായതിൻ്റെ കാരണം പോലും കോൺഗ്രസ്സിന് അവിടെ നിന്നിട്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ആൾക്കാർ സ്വന്തമായിട്ടുള്ള പിന്നെ ഉത്കർഷം അല്ലെ ഒരു മെച്ചപ്പെട്ട ഒരു സ്ഥാനവും മാനവും ഒക്കെ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും BJP-യിലേക്ക് പോകുന്നത്. മാത്രവുമല്ല BJP ഇതിന് വളരെ ജാഗ്രതയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ AAP-യിൽ എന്തെങ്കിലും ഒരു അസ്വാരസ്യം ഒരു നേതാവിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ അവിടെ അതുണ്ടാവുന്നു എന്ന് അറിഞ്ഞ ആ നിമിഷം, അടുത്ത നിമിഷം BJP അവരെ ബന്ധപ്പെടും, അല്ലേ? അത് ബന്ധപ്പെടുമെന്ന് മാത്രമല്ല, ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ വേണ്ട 90-100% കുറേ കഴിയുമ്പോഴത്തേക്ക് അവർ BJP-യിലേക്ക് വരും. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് തന്നെയാണ്. ഈ രാഘവ് ചദ്ദ കഴിഞ്ഞിടയ്ക്കാണ് ടെലികോം
ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത് നമ്മുടെ കോൾ നമ്മൾ റീചാർജ് ചെയ്യുന്നതുമായി അതെ അതെ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഉം. എയർപോർട്ടിലെ വില നിലവാരം, അതെ ഇതെല്ലാം സംബന്ധിച്ചിട്ട് വലിയ രീതിയിൽ ഒരു മൂവ് നടത്തിയിട്ടുള്ള ഒരു എം പി കൂടിയാണ്. അതെ അതെ അപ്പോൾ എല്ലാവരും ഒരു വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തെ BJP-യിലേക്ക് അദ്ദേഹം വരുന്നത്. അദ്ദേഹവുമായിട്ട് ഇടഞ്ഞ സമയത്ത് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു ഇത് BJP-യിലേക്കുള്ള അതെ പോക്കാണ് അതെ അതെ എന്നുള്ളത്. അതെ അതെ പക്ഷെ അതിന് അപ്പോൾ തന്നെ നടന്നില്ല. ഉം. അങ്ങനെയാണ് ഇപ്പോൾ ആരെങ്കിലും ഇത് ഇപ്പോൾ UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ, ഇനി നമ്മുടെ രാജ്യത്തുള്ള മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവായിക്കോട്ടെ, ഇടഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ളവരാണെങ്കിൽ ഇടഞ്ഞു നിൽക്കുന്നവർ സ്വാഭാവികമായും മറ്റു അപ്പുറത്തുള്ള പാർട്ടിയൊന്നും നോക്കില്ല, നേരെ BJP അല്ലെങ്കിൽ NDAയുടെ സഖ്യകക്ഷിയായിട്ട് മാറി വരിക അതെ അതെ എന്നുള്ളതൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ക- അത്തരത്തിലാണ് ചർച്ചയും വരുന്നത്. അതെ തീർച്ചയായിട്ടും. ഒന്നാമത് ഇവരൊക്കെ എന്ന് കഴിഞ്ഞാൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് പിന്നെ ഈ ആം ആദ്മി പാർട്ടിയിലൊക്കെ എടുത്ത് നോക്കിയാൽ കാണാവുന്നതാണ്. വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഈ രാഘവ് ചദ്ദ എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഉം. പിന്നെ ആൾ പയ്യനാണ്. 26-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യം MLA ആവുന്നത്. പിന്നീട് MP ആവുന്നു. അത് ഈ 26 വയസ്സ് തൊട്ട് ഈ പാർലമെൻ്ററി ഈ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സന്ദീപ് പഥക്. സന്ദീപ് IIT ഡൽഹി IIT-ലെ പ്രൊഫസറായിരുന്നു, അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു. ഉം. അതുപോലെ സ്വാതി മാലിപള്ളി, ഇവരെല്ലാം വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും ഉം. ഇവരൊരു പക്ഷേ ഇവർക്ക് ഈ ഇങ്ങനെ ക്വാളിഫിക്കേഷനുള്ള യോഗ്യരായിട്ടുള്ള ആൾക്കാർക്ക് ഉം. ഒരു പക്ഷേ ഒരു രാഷ്ട്രീയമായ ഒരു ദിശാബോധം കൊടുക്കുന്നതിന്, ഉം. ഒരു രാഷ്ട്രീയ ലക്ഷ്യബോധം കൊടുക്കുന്നതിൽ ഈ നേതാവ് എന്ന നിലയിൽ കേജ്രിവാളും പരാജയപ്പെട്ടു ഇതില് എന്നുള്ളതാണ്. അശോക് മിത്തൽ മാത്രമാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ ഒരു ഇട കൊടുക്കുന്നത്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് അശോക് മിത്തൽ BJP-യിലേക്ക് ചേർന്നത് എന്നൊരു അപവാദം അതെ വേണമെങ്കിൽ പറയാം. അതിൽ അത് അതുകൊണ്ടാവും. മാത്രമാണ് കാരണം ഉള്ളത്. നമുക്ക് പലപ്പോഴും കാണുന്ന സംഗതി ഇതാണല്ലോ. ഇപ്പം ഈ പിന്നെ ഒരു EDയോ അതല്ല ഇങ്ങനെയുള്ള വേറെ ഏതെങ്കിലും ഒരു ഏജൻസി പരിശോധിച്ച് കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് അത്തരം വ്യക്തികൾ സ്വാഭാവികമായിട്ട് BJP-യിലേക്ക് വരുന്നു. BJP-യിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവരുടെ പേരിലുള്ള കളങ്കമൊക്കെ ഇവർ കളങ്കരഹിതരായി മാറുന്നു. അതുമൊക്കെ ഒരു നമ്മുടെ ഇപ്പം അതൊക്കെ ഒരു ഫാക്റ്റാണ്, നമ്മൾ വിശ്വസിച്ചിട്ട് ഇപ്പോൾ സാറ് കാര്യമൊന്നുമില്ല. പറഞ്ഞല്ലോ, ഉം. ഇവരെല്ലാം കരിയറിസ്റ്റുകളാണ്. അതെ അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJP കൃത്യമായിട്ട് അവർക്ക് ഒരു സ്ഥാനം, ഒരു പൊസിഷൻ എന്തായാലും കൊടുക്കും. കാരണം കഴിവുള്ളവരെ മാത്രമാണ് ഇപ്പോൾ ചൂസ് ചെയ്യുന്നത്. അതെ അതെ അപ്പോൾ ചദ്ദയ്ക്കും അത്തരത്തിൽ പ്രാധാന്യമുള്ള ഒരു പദവി തന്നെ കൊടുക്കേണ്ടി വരില്ല. കാരണം ഈ BJP-യുടെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവുള്ളവരെ ഉപയോഗിക്കാൻ നന്നായിട്ട് അറിയാം അവർക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിവുള്ളവരെ കണ്ടെത്തുക. ഇപ്പോൾ BJP-യുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റും അവരുടെ ഈ ഭരണം മുമ്പോട്ട് പോവുകയും അതോടൊപ്പം തന്നെ ഈ പിന്നെ രാഷ്ട്രീയമായിട്ട് പോലും വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്, അവർ ഓരോ വ്യക്തികളുടെയും കഴിവുകൾ മനസ്സിലാക്കിയിട്ട് ആ കഴിവിനെ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു സംവിധാനം BJP-ക്കുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി അല്ലേ, നമുക്ക് 333 എത്രയും അംഗസംഖ്യയുള്ള സമയത്താണ് ഈ പിന്നെ വിദേശ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഒരു കോർപ്പറേറ്റ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സുബ്രഹ്മണ്യം ജയശങ്കറിനെ വിദേശകാര്യമന്ത്രിയാക്കുന്നു അല്ലേ. ഇന്ത്യയുടെ വിദേശ നയം കംപ്ലീറ്റ് മാറ്റി എഴുതപ്പെട്ടില്ലേ. ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒരു വിദേശ നയം ഇന്ത്യയുടെ മുഴുവൻ പ്രോഗ്രസ്സിനെയും ഇന്ത്യയുടെ സഹായകമാകുന്ന രീതിയിലുള്ള വിദേശ നയത്തിലേക്ക് ഇന്ത്യയുടെ നയം മാറ്റിയെടുത്തു. അതാണ് എന്തുകൊണ്ടെന്ന് ജയശങ്കറിൻ്റെ കഴിവാണ്. അദ്ദേഹം വിദേശകാര്യ ഫോറിൻ അഫയേഴ്സിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദീർഘമായ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ധാരാളം MP-മാരുണ്ടായിട്ട് പോലും അതിൽ നിന്ന് ആരെയും എടുക്കാതെ ജയശങ്കറെ കൊണ്ടുവന്നിട്ട് വിദേശകാര്യമന്ത്രിയാക്കുന്നു. അശ്വിനി വൈഷ്ണവ്, അദ്ദേഹം സിവിൽ സർവീസിലായിരുന്നു അല്ലേ, IAS-കാരനായിരുന്നു. അതിനുശേഷം പിന്നെ അദ്ദേഹം കോർപ്പറേറ്റ് മേഖലയിലേക്ക് പോയി. അങ്ങനെയെല്ലാം ആ ഒരു IT എക്സ്പെർട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഉപയോഗിക്കാവുന്ന ഒരു പോർട്ട്ഫോളിയോ കൊടുത്ത് അവിടെ പെർഫോം ചെയ്യുന്നു. ഇങ്ങനൊരു സമീപനം BJP-ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഇവിടെ രാഘവ് ചദ്ദ, അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അതേപോലെ സന്ദീപ്, അദ്ദേഹം IIT-യിലെ ഫോർമർ പ്രൊഫസറാണ്. എല്ലാം ചെറുപ്പക്കാരുമാണ് ഇവരെല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെയൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും അവർക്ക് അവരുടെ കഴിവുകളെ വിന്യസിക്കാനായിട്ടും പ്രയോഗിക്കാനും അവസരം കിട്ടുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ ഒരു എക്സ്പാൻഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്.
ആ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഭവമല്ല. ഒരു രാഷ്ട്രത്തിൻ്റെ ഗതിയുമായിട്ട് ചേരുന്നൊരു പ്രക്രിയയാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരും അവരുടേതായ നിലയിൽ സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ ഈ രീതിയിലുള്ളൊരു മാനേജ്മെൻറ്റ് സിസ്റ്റം ബി ജെ പിക്കുണ്ട്. അത് വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിക്കുന്നതിനും ബി ജെ പി വളരെ സമർത്ഥരാണ്. ആ വൈദഗ്ധ്യത്തിൻ്റെ ലക്ഷണം കൂടിയാണ് ഇപ്പോൾ 10 എം പിമാരുള്ളതിൽ 7 എം പിമാരും ബി ജെ പിയിലെ ഭാഗമായി മാറിക്കഴിഞ്ഞു, അല്ലേ? അതെ. അപ്പം ഇനിയിപ്പോൾ രാജ്യസഭയിൽ വരാൻ പോകുന്ന രാജ്യസഭയിൽ അവരുടെ അംഗസംഖ്യ വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. കാരണം ഇനിയിപ്പോൾ എങ്ങനെയാണ് രാജ്യസഭയിൽ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക, ലോക്സഭയിലെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വളരെ ലക്ഷ്യത്തോടു കൂടിയാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുമ്പോഴാണ് ഈ കെജ്രിവാളിനെ പോലെയുള്ള ഈ പറഞ്ഞ പോലെ ഒറ്റയാൻ രാഷ്ട്രീയം, ഒരു ആക്ടിവിസ്റ്റ് രാഷ്ട്രീയം പോലെയാണ് ഈ കെജ്രിവാളിൻ്റെ രാഷ്ട്രീയം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊന്നും അധികം നിലനിൽപ്പുണ്ടാവില്ല എന്ന് തന്നെ കെജ്രിവാൾ തന്നെ നമ്മുടെ മുമ്പിൽ തെളിയിച്ചിരിക്കുകയാണ്. അത് വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയിട്ട് മാത്രമല്ല, ഇനിയിപ്പോൾ ഒരു നേതാവ് ഇതേപോലെ ഉയർന്നു വരുന്ന സമയത്ത് ആൾക്കാർ സംശയത്തോടാണ് നോക്കുന്നത്. അവിടേക്കാണ് ഇതിൻ്റെ അപകടം വരുന്നത്. അപ്പോൾ അത്തരം ഒരു ഇതിനെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ കേജ്രിവാൾ എന്ന് പറയുന്ന ഒരു സാന്നിധ്യമല്ലാതായി മാറുന്നൊരവസ്ഥയിലേക്ക് വരുന്നു, അല്ലേ? ഒരു പൊളിറ്റിക്കൽ ഒരു സിഗ്നിഫിക്കൻസ്, രാഷ്ട്രീയമായിട്ടുള്ള നേരത്തെ കേജ്രിവാൾ വഹിച്ചിരുന്ന ഒരു പ്രാധാന്യം ക്രമേണ ഇങ്ങനെ ക്ഷയിച്ച് വരുന്നൊരു കാഴ്ചയും കൂടെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗം കൂടെ തന്നെയാണ് ഇപ്പോൾ ഈ എം പിമാർ അങ്ങോട്ട് മറുകണ്ഠം ചാടിയതും ഒക്കെ നാം കാണുന്നത്. ഇനിയും ഇതേപോലെ നമുക്കിനി പഞ്ചാബിലാണ് ഇനി അടുത്ത അവരുടെ, അല്ലേ, അവിടെ ഒരു മന്ത്രിസഭ നിലനിൽക്കുന്നുണ്ട്. ഇനി അതെത്ര നാൾ മുമ്പോട്ട് പോകുമെന്ന് നമ്മൾ കണ്ടറിയണം. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. കാര്യം ഈ രാഷ്ട്രീയമായൊരു ദിശാബോധമില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എത്ര തന്നെ ജനങ്ങളുടെ ഒരു പെട്ടെന്ന് ജനങ്ങളെ വിസ്മയിപ്പിച്ചു കഴിഞ്ഞാലും അധികം നാൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് AIP നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്.